അങ്ങനെ ഞങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അതാ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് മൂവ് ഓണായി. ശരിക്കും പറയാം, ഒരു വർഷമായിട്ട് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത് സഫലമായത്. നേരെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. പുനലൂർ വഴി കാഞ്ഞിരപ്പള്ളി കയറി. കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ പിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിനിടയിൽ ഞങ്ങൾ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിച്ചു. തറവാട്ടിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അവിടുത്തെ മസാല ദോശ അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. അതും കഴിച്ച് ഞങ്ങൾ നേരെ വാഗമണിലേക്ക് യാത്ര തിരിച്ചു. ശരിക്കും ഞങ്ങൾ 8 പേര് 2 കാറിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകകളും ഞങ്ങൾക്ക് അതിനകത്തുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരു കാറിലല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഗമൺ പോണ വഴിക്കാണ് പരുന്തുംപാറ എന്ന് കേട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പരുന്തുംപാറ പോകുന്നത്. അങ്ങനെ പരുന്തുംപാറ വ്യൂ പോയിൻറ്റിലൊക്കെ പോയി. അത്യാവശ്യം അടിപൊളി വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണ് പരുന്തുംപാറ. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വേറെയും കാണുമെന്നറിയാം, പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞങ്ങളെല്ലാം ത്രില്ലടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇൻഫിനിറ്റി പൂളിനെ പറ്റി പറഞ്ഞു കേട്ടു. എന്നാൽ പിന്നെ ഇൻഫിനിറ്റി പൂളിൽ പോയേക്കാമെന്നും പറഞ്ഞ് മാക്കിനെ നടക്കാൻ തുടങ്ങി. എന്ത് പറയാനാ, എത്ര പോയിട്ടും ഇൻഫിനിറ്റി പൂൾ മാത്രം കാണുന്നില്ല. അവസാനം അറ്റ് ലാസ്റ്റ് നമ്മൾ പറയാറില്ലേ, ഈ പറഞ്ഞ എല്ലാ സർവൈവലിനും ഒടുവിൽ നമുക്കൊരു ശ്വാസം കിട്ടുമെന്ന്, അങ്ങനത്തെ ഒരു ശ്വാസം പോലെ നമുക്ക് ഇൻഫിനിറ്റി പൂൾ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കാൻ ഞങ്ങൾ മറന്നുപോയി. കാരണം ഇത്രയും യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പൂള് കണ്ടപ്പോൾ ശരിക്കും ത്രിൽഡായി. അങ്ങനെ നേരെ ഇൻഫിനിറ്റി പൂളിൽ ചെന്നൊരു 3-4 മണിക്കൂർ കിടന്നിട്ട് നേരെ തിരിച്ചു ഞങ്ങളുടെ വാഗമണിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് 3 ദിവസത്തെ യാത്രയ്ക്കാണ് ഞങ്ങൾ ഈ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങിയത്. കാരണം നേരെ വാഗമൺ കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ പോകാനായിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടോ. പക്ഷേ നമുക്കുണ്ടായൊരു വിഷമകരമായ ഒരു സാഹചര്യത്തിനൊടുവിൽ ഞങ്ങൾക്ക് യാത്ര തിരിച്ച് തിരുവനന്തപുരത്തേക്ക് റിട്ടേൺ അടിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 ദിവസത്തിന് വേണ്ടി പെട്ടിയും പാട്ടും എടുത്തു വന്നിട്ട് 1 ദിവസം കൊണ്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു.